നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യ കോകിലയും കൂട്ടി പുതിയ യൂട്യൂബ് ചാനലും തുടങ്ങി വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലായ ബാലയ്ക്കെതിരെ മുൻ ഭാര്യമാരായ അമൃത സുരേഷും എലിസബത്ത് ഉദയനും ഏതാണ്ട് ഒരേ സമയം പ്രതികരണവുമായി വീണ്ടും രംഗത്ത് വരികയാണ്. കോടതിയിൽ കേസ് നടക്കുന്ന വേളയിൽ ചില രേഖകളിൽ തിരിമറി നടത്തിയാണ് ബാല കേസ് നടത്തിയത് എന്നായിരുന്നു അമൃത വീണ്ടും നൽകിയ കേസിലെ വാദം. മകളുടെ ഇൻഷുറൻസ് പോളിസിയിലും ബാല തിരിമറി നടത്തിയതായി അമൃത സുരേഷ് ആരോപിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ പഠനത്തിനോ വിവാഹത്തിനോ പോലും ധനസഹായം നൽകില്ല എന്ന ഉറപ്പിന്മേലായിരുന്നു അമൃതയും ബാലയും പിരിഞ്ഞത് എന്ന് വളരെ മുൻപേ വാർത്ത വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും നടൻ ബാലയ്ക്കെതിരെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഇപ്പോൾ ഗുരുതര ആരോപണവുമായിട്ട് രംഗത്ത് വരികയാണ്. കിടപ്പുമുറി രംഗങ്ങൾ പുറത്തുവിടുമെന്നും തന്നെ ബാല ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇപ്പോൾ മുൻ ഭാര്യ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാല ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് താഴെ പങ്കുവച്ച കമന്റിന്റെ സ്ക്രീൻഷോട്ടും ഈ ഒരു പോസ്റ്റിനൊപ്പം നൽകിയിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞും ഞങ്ങളുടെ കിടപ്പുമുറി വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞു. വിഷാദ രോഗത്തിന് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അയാൾ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അയാൾ എന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. അയാൾ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട്. പേടികൊണ്ട് എൻ്റെ കൈകൾ വിറയ്ക്കുന്നു. എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു. ഞാൻ മരുന്ന് മാറി നൽകിയെന്നും അയാൾ പറയാതെ പറഞ്ഞു എന്നാണ് മുൻ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. 2 ആഴ്ച മുമ്പ് ബാലയും ഭാര്യ കോകിലയും ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയിരുന്നു. ഇതിൽ വിവാഹത്തെക്കുറിച്ച് അടക്കം സംസാരിച്ചിരുന്നു. പിന്നാലെ നിരവധി ആളുകൾ ബാലയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് കമന്റുകളുമായി എത്തി. അത്തരം ഒരു കമന്റിൽ ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്തിയ രോഗിയായ ബാലയെ ഈ പറയുന്ന മുൻ ഭാര്യ വശീകരിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് മുൻ ഭാര്യ ഇപ്പോൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ബാലയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. ബാലയുടെ ഗുണ്ടകളെയും മുൻപ് നടത്തിയ ഭീഷണികളെയും ഓർക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും ഇപ്പോഴും പേടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത്. എനിക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാൾ മറ്റ് സ്ത്രീകൾക്ക് അയച്ച മെസ്സേജുകളും ശബ്ദ സന്ദേശങ്ങളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല. ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹമാല അണിയിച്ചു. വിവാഹം പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് നടത്തിയത്. ജാതകത്തിലെ പ്രശ്നം കാരണം 41 വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂവെന്നും അയാളും അയാളുടെ അമ്മയും പറഞ്ഞു എന്നും ഈ പറയുന്ന പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അമൃത സുരേഷ് കേസ് നൽകിയത് സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നതും ബാല ഭാര്യ കോകിലയുടെയും ഒപ്പം അടുത്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി എത്തിച്ചേർന്നിരുന്നു. ഇതിനു മുമ്പേ തന്റെ വക്കീലിന്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു ചിത്രവും ബാല പോസ്റ്റ് ചെയ്തിരുന്നു. തങ്ങൾ പ്രതികരിക്കാതിരുന്നാലും വീണ്ടും അവരുടെ പക്കൽ നിന്ന് പ്രതിഷേധം ഉയരുന്നു എന്നായിരുന്നു ബാലയുടെയും നിലവിലെ ഭാര്യ കോകിലയുടെയും പ്രതികരണം. അമൃതയും മകളും ബാലയും അമൃത സുരേഷിനെയും പരിചയമുള്ള പൊതു സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലൂടെയും വളരെ മുൻപേ പ്രതികരിച്ചിട്ടുണ്ട്.